നമസ്കാരം. പിണറായി സർക്കാരിന്റെ ചെവിക്ക് പിടിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഇപ്പോൾ. 2026 തോറ്റു തുന്നം പാടാൻ പിണറായി വിജയന്റെ ഒരൊറ്റ തീരുമാനം കൊണ്ട് കഴിയും. യാതൊരു നിയമസാധുതയുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടും മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിന്റെ ഫലമാണ് പിണറായി ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്നത്. അടുത്തയാഴ്ച ഈ കമ്മീഷന്റെ അടിവേര് ഹൈക്കോടതി അങ്ങ് ഇളക്കിയെടുക്കും. ഇന്നലെയാണ് കമ്മീഷന്റെ നിയമസാധുത ഹൈക്കോടതി ആരാഞ്ഞത്. ഇക്കാര്യത്തിൽ മറുപടി അറിയിക്കാൻ സിംഗിൾ ബെഞ്ച് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വഖഫ് സംരക്ഷണ സമിതി സമർപ്പിച്ച ഹർജിയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് പരിഗണിച്ചത്. 104 ഏക്കർ ഭൂമി വഖഫ് ആണ് എന്ന് നേരത്തെ സിവിൽ കോടതി കണ്ടെത്തിയതാണ് എന്നും ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് ഇതിന്റെ സാധുത സർക്കാരിന് എങ്ങനെ പരിശോധിക്കാൻ കഴിയുമെന്നും കോടതി ചോദിച്ചു. ഉടമസ്ഥാവകാശം സംബന്ധിച്ച കാര്യങ്ങൾ കമ്മീഷൻ പരിശോധിക്കുന്നില്ല എന്ന് സർക്കാർ മറുപടി നൽകി. മനസ്സിരുത്തിയാണോ സർക്കാർ കമ്മീഷനെ നിയമിച്ചത് എന്ന് സംശയമുണ്ട് എന്നും കമ്മീഷന്റെ പരിശോധനാ വിഷയങ്ങളിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം പരിശോധിക്കാനാണ് കമ്മീഷനെ നിയമിക്കുന്നത് എന്നാണ് അച്ഛന്മാരെ സർക്കാർ പറഞ്ഞു പറ്റിച്ചത്. എന്നാൽ അങ്ങനെയൊരു സംഭവമേ ഇല്ല എന്നാണ് സർക്കാർ ഇന്നലെ ഹൈക്കോടതിയെ അറിയിച്ചത്. മുനമ്പം ജനതയുടെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പെട്ടെന്നൊരു കമ്മീഷനെ നിയമിച്ചത്. സിവിൽ കോടതി തീർപ്പാക്കിയ വിഷയത്തിൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് ഒരു അധികാരവുമില്ല. ഇക്കാര്യങ്ങൾ വളരെ മുൻപേ തന്നെ വിവിധ വിധികളിലൂടെ ഹൈക്കോടതി തന്നെ ഉറപ്പിച്ചിട്ടുള്ളതുമാണ്. നീതിന്യായ കോടതികളുടെ തീരുമാനങ്ങളിൽ എതിർപ്പുണ്ട് എങ്കിൽ മേൽക്കോടതിയെ സമീപിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. അല്ലാതെ യാതൊരു അധികാരവുമില്ലാതെ കമ്മീഷനുകളെ നിയമിക്കലല്ല. രാമചന്ദ്രൻ നായർ കമ്മീഷനെ ഹൈക്കോടതി ഇല്ലാതാക്കിയാൽ മെത്രാൻമാർ സർക്കാരിനോട് കലിപ്പിക്കും. സർക്കാർ മൂട്ടിൽ പോരും. എന്നാൽ പരിശോധന പരമാവധി വേഗത്തിലാക്കുമെന്നാണ് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞത്. സകല നിയമവശങ്ങളും പരിശോധിച്ച് വിശദമായ ശുപാർശകൾ സർക്കാരിന് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 3 മാസത്തിനുള്ളിൽ കമ്മീഷന് റിപ്പോർട്ട് നൽകുന്നത് പ്രായോഗികമാണ് എന്ന് തോന്നുന്നില്ല എന്നും എല്ലാ വശങ്ങളും വിശദമായി പഠിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെയെങ്കിൽ സർക്കാരിനോട് സമയം നീട്ടി ചോദിക്കും. നിയമവശങ്ങൾ പഠിച്ച് മുനമ്പത്തുകാരുടെ ആശങ്കകൾ കൂടി പരിഹരിക്കുന്ന റിപ്പോർട്ട് നൽകാനാണ് ശ്രമം. ഇക്കാര്യത്തിൽ വിദഗ്ധമായ നിയമോപദേശവും ആകും സർക്കാരിന് കമ്മീഷൻ നൽകുക. മുനമ്പം നിവാസികളുടെ ആശങ്കകൾക്ക് കൂടി കൃത്യമായ പരിഗണന നൽകുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ വ്യക്തമാക്കി. കത്തിപ്പടരുന്ന മുനമ്പം പ്രശ്നത്തിന് പരിഹാരമായി 4 സുപ്രധാന തീരുമാനങ്ങളാണ് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ ഉണ്ടായത്. ഭൂമിയിൽ താമസിക്കുന്നവരുടെ രേഖകൾ പരിശോധിക്കുന്നതിനായി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ വയ്ക്കും. 3 മാസത്തിനുള്ളിൽ പരിശോധന തീർക്കും. ഭൂമിയിൽ താമസിക്കുന്നവർക്ക് റവന്യൂ അധികാരം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണത്. വഖഫ് ബോർഡ് ഒഴിയാൻ ആർക്കും ഇനി നോട്ടീസ് നൽകില്ല. ഇതിനകം നോട്ടീസ് കിട്ടിയവർ ഒഴിയേണ്ട. കരമടയ്ക്കുന്നതിലെ സ്റ്റേ ഒഴിവാക്കി കിട്ടാൻ സർക്കാരും ഹൈക്കോടതിയെ സമീപിക്കും. എന്നിട്ടാണ് സർക്കാർ ഹൈക്കോടതിയിൽ തിരിഞ്ഞു കളിച്ചത്. വഖഫ് ട്രിബ്യൂണലിൽ ഫറൂഖ് കോളേജ് കൊടുത്ത കേസിൽ കക്ഷി ചേരുന്നതിനെ കുറിച്ച് ആലോചിച്ചെങ്കിലും തൽക്കാലമില്ല. ജുഡീഷ്യൽ കമ്മീഷൻ പരിശോധനയ്ക്ക് ഭൂമി വഖഫ് ആണോ അല്ലയോ എന്നതിൽ ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. സമരക്കാരുമായി മുഖ്യമന്ത്രി ഉടൻ തന്നെ ചർച്ച നടത്തും. ആരെയും കുടിയിറക്കില്ല എന്ന ഉറപ്പ് മുഖ്യമന്ത്രി വീണ്ടും നേരിട്ട് തന്നെ ഭൂവുടമകൾക്ക് നൽകും. അതായത് സാധാരണ പണം മുടിക്കുന്ന കമ്മീഷനുകൾ പോലെ മുനമ്പത്തെയും ഒരു കമ്മീഷനാക്കാൻ വേണ്ടിയാണ് സർക്കാർ കളിച്ചത്. മുനമ്പത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ട്. എത്രയും കാലം നീട്ടാമോ അത്രയും കാലം നീട്ടുമെന്നാണ് സർക്കാരിന്റെ ആഗ്രഹം. കഴിഞ്ഞ 6 വർഷക്കാലത്തിനിടെ 7 തവണ ജുഡീഷ്യൽ കമ്മീഷനുകൾക്കായി സംസ്ഥാനം ചിലവഴിച്ചത് 6 കോടിയോളം രൂപയാണ്. ആദ്യ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന 2016 മുതലുള്ള കാലയളവിലാണ് കമ്മീഷനുകൾക്കായി ഇത്രയും പണം ചിലവഴിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 7-ൽ 2 കമ്മീഷനുകൾ ഇതുവരേക്കും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുമില്ല. 2016 ജൂൺ 20-ന് ഹൈക്കോടതിക്ക് മുന്നിൽ വെച്ച് അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായതിനെ തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തിയ സംഭവം അന്വേഷിക്കാൻ
രൂപീകരിച്ച കമ്മീഷനാണ് കൂട്ടത്തിൽ ഏറ്റവും ചിലവേറിയത്. ഇതിനായി രൂപീകരിച്ച ജസ്റ്റിസ് PA മുഹമ്മദ് കമ്മീഷന് ആകെ ചിലവ് 2,77,00,000 രൂപയായിരുന്നു. മുൻ DGP ലോക്നാഥ് ബെഹ്റയുടെ കാലത്ത് പോലീസ് വകുപ്പിൽ ചട്ടങ്ങൾ ലംഘിച്ച് നടത്തിയ കോടികളുടെ പർച്ചേസുകൾ CAG കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് വകുപ്പിലെ പർച്ചേസുകൾക്കും കരാറുകൾക്കും മാനദണ്ഡങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കാൻ 2020 മാർച്ച് 7-ന് മുൻ ഹൈക്കോടതി ജഡ്ജി CN രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ 3-അംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. എന്നാൽ 3 വർഷമായിട്ടും ഈ കമ്മീഷൻ ഇതുവരെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. 12,36,074 രൂപയാണ് രാമചന്ദ്രൻ കമ്മീഷന് വേണ്ടി ചിലവഴിച്ചത്. പുറ്റിങ്ങൽ ദേവി ക്ഷേത്രത്തിൽ നടന്ന വെടിക്കെട്ട് അപകടം അന്വേഷിച്ച ജസ്റ്റിസ് PS ഗോപിനാഥൻ കമ്മീഷൻ 1,07,82,661 രൂപ, AK ശശീന്ദ്രൻ മന്ത്രിയായിരിക്കെ ഫോൺ കെണി വിവാദം അന്വേഷിച്ച ജസ്റ്റിസ് PS ആന്റണി കമ്മീഷൻ 25,85,232 രൂപ, നെടുങ്കണ്ടം കസ്റ്റഡി മരണം അന്വേഷിച്ച ജസ്റ്റിസ് K നാരായണക്കുറുപ്പ് കമ്മീഷൻ 92,84,305 രൂപ, വാളയാർ പെൺകുട്ടികളുടെ മരണം അന്വേഷിച്ച ജസ്റ്റിസ് PK ഹനീഫ കമ്മീഷൻ 1,01,791 രൂപ. ഇങ്ങനെയാണ് മറ്റ് കമ്മീഷനുകളുടെ ചിലവ്. ഇല്ലാത്ത പണം കൊണ്ടുള്ള കളിയാണ് സർക്കാർ കളിക്കുന്നത്. ഇനി മുനമ്പം കമ്മീഷന്റെ ചീട്ട് ഹൈക്കോടതി എപ്പോൾ കീറുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അടുത്തയാഴ്ച എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. അതോടെ എല്ലാവരും പിണറായി വിജയന് എതിരാകും. മുനമ്പം ചെറായി ഭാഗത്തെ നിർധനരായ ജനങ്ങൾ 1.5 നൂറ്റാണ്ടിലേറെ കാലമായി ജീവിച്ചു പോന്ന ഭൂമി വഖഫ് നിയമത്തിന്റെ മറവിൽ കൈവശപ്പെടുത്താനുള്ള വഖഫ് ബോർഡിന്റെ ഇപ്പോഴത്തെ നീക്കം കടുത്ത അനീതിയാണ് എന്ന് നാട്ടുകാർ കരുതുന്നു. വഖഫ് ബോർഡിന്റെ പരിധിയില്ലാത്ത അധികാരങ്ങൾ തടയാനും വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഇല്ലാതാക്കാനും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ബിൽ സീറോ മലബാർ സഭ അൽമായ ഫോറം സ്വാഗതം ചെയ്തത് സംസ്ഥാനത്തെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ്. രാജ്യത്തെ പൗരന്മാരുടെ മൗലികാവകാശങ്ങളെ വെല്ലുവിളിക്കുന്ന വഖഫ് സംവിധാനങ്ങൾ ഏത് നിയമത്തിന്റെ പേരിലായാലും അത് തിരുത്തപ്പെടണം. ഭരണഘടനാനുസൃതമായ അവകാശങ്ങളുടെ നിഷേധം ഇവിടെ സംഭവിക്കാൻ പാടില്ല. മുനമ്പം ചെറായി ഭാഗത്ത് സംഭവിക്കുന്നത് പോലുള്ള നീക്കങ്ങൾ രാജ്യത്തൊരിടത്തും ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത്. വഖഫ് അവകാശങ്ങൾ വേട്ടയാടുന്ന മുനമ്പം എറണാകുളം ജില്ലയിൽ വൈപ്പിൻകരയുടെ വടക്ക് കടലിനോട് ചേർന്ന് മുനമ്പം ചെറായി പള്ളിക്കൽ ദ്വീപ് മേഖലയിൽ 1989 മുതൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട 1000-ഓളം ആധാരങ്ങളും വിവിധ മതസ്ഥരുൾപ്പെട്ട 600-ൽ പരം കുടുംബങ്ങളും ഉൾപ്പെടുന്ന പ്രദേശത്തിന് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ട് 5 വർഷക്കാലമായി. വില കൊടുത്തു വാങ്ങിയ തങ്ങളുടെ സ്വന്തം ഭൂമിയിൽ നിന്നും വെറും കൈയോടെ ഇറങ്ങിപ്പോരേണ്ടി വരുന്ന ഗതികേടിലാണ് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ. കേട്ടുകേഴ്വിയില്ലാത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും ജീവിക്കാനും സ്വത്തുക്കൾ നിയമാനുസൃതം ആർജിക്കാനുമായുള്ള ഭരണഘടനാപരമായ അവകാശത്തിന്റെ ലംഘനവുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വഖഫ് ബോർഡ് അവകാശവാദങ്ങൾ ഉയർത്തി പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്ന ചെറായി, മുനമ്പം, പള്ളിക്കൽ പ്രദേശത്തെ തർക്കഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ചരിത്രം ആരംഭിക്കുന്നത് 1902-ലാണ്. അക്കാലത്ത് തിരുവിതാംകൂർ രാജാവ് ഗുജറാത്തിൽ നിന്ന് കേരളത്തിലെത്തിയ അബ്ദുൽ സത്താർ മുസ ഹാജി സൈറ്റിന് 404 ഏക്കർ ഭൂമിയും 60 ഏക്കർ വെള്ളക്കെട്ടും കൃഷി ആവശ്യത്തിനായി പാട്ടത്തിന് കൊടുക്കുകയുണ്ടായി. അക്കാലത്തിനും വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രദേശവാസികളായിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭൂമി ഒഴിവാക്കിയായിരുന്നു പാട്ടം നൽകിയത്. ഇതാണ് ഇപ്പോൾ വഖഫ് ഭൂമിയാണ് എന്ന് അവകാശം ഉന്നയിച്ചിരിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ തെറ്റ് എന്ന് ബോധ്യമുള്ള ഒരു കാര്യത്തിൽ വഖഫ് ബോർഡിന് എന്താണ് ഇത്ര താല്പര്യമെന്നാണ് സർക്കാരിനും സംശയം. ഇതാണ് സർക്കാരിനെ കുഴയ്ക്കുന്നത്. അതുകൊണ്ടാണ് ന്യായമായ ചില സംശയങ്ങളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. വഖഫ് സംരക്ഷണ സമിതിക്ക് സർക്കാർ എല്ലാവിധ പിന്തുണയും നൽകുന്നതായി നാട്ടുകാർ കരുതുന്നു. വഖഫ് ബോർഡിന്റെ ചെയർമാൻ CPM നേതാവായ MK സക്കീറാണ്. വഖഫ് ബോർഡിന് വേണമെങ്കിൽ ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കാം. എന്നാൽ വഖഫ് വസ്തുവിന് വേണ്ടി അവർ ശക്തമായി നിലകൊള്ളുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വഖഫ് നിയമ പരിഷ്കരണത്തെ ആ നാട്ടുകാർ വലിയ പ്രതീക്ഷയോടെ കാണുന്നു. 2019-ലാണ് മുനമ്പം നിവാസികളുടെ ഭൂമി വഖഫാണ് എന്നുള്ള അവകാശം വഖഫ് ബോർഡ് ഉയർത്തിയത്. എന്നാൽ ഭൂമിയുടെ നിലവിലെ ഉടമസ്ഥരെ അറിയിച്ചുകൊണ്ടുള്ള ഒരു നിയമാനുസൃത നീക്കവും ഉണ്ടായിട്ടില്ല. ഭരണഘടനാ വിരുദ്ധത, അനീതി, അവഗണന, വഖഫ് അവകാശവാദങ്ങൾ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മാന്യമായ ജീവിതത്തിനും സ്വത്തിനും തുല്യതയ്ക്കുമുള്ള മൗലിക അവകാശങ്ങൾക്കും മതേതരത്വത്തിനും കടുത്ത വെല്ലുവിളി ഉയർത്തുന്നു.
ഇപ്പോൾ നിലവിലുള്ള വഖഫ് നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്നത് നിസ്തർക്കമാണ്. ശരിയ നിയമത്തെ ഇന്ത്യൻ നിയമവ്യവസ്ഥിതിക്ക് മുകളിൽ സ്ഥാപിക്കുന്ന വ്യവസ്ഥകൾ വഖഫ് നിയമത്തിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പാടില്ലാത്ത വിധം അല്ലാഹുവിന് സമർപ്പിക്കപ്പെട്ടത് എന്നാണ് വഖഫ് എന്ന വാക്കിന്റെ അർത്ഥം. 1995 ഇന്ത്യയിൽ നിലവിൽ വന്ന വഖഫ് നിയമപ്രകാരം ഏതെങ്കിലും ഒരു സ്ഥലത്തിന് വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചാൽ അതിസങ്കീർണമായ നിയമ നടപടികളിലേക്കാണ് പിന്നീട് നീങ്ങുക. വേണ്ട വിധത്തിലുള്ള കോടതി സർക്കാർ ഇടപെടലുകൾ തക്ക സമയത്ത് ഉണ്ടായില്ല എങ്കിൽ സ്ഥലം എന്നേക്കുമായി വഖഫ് ബോർഡിൻ്റെതായി മാറും. ഈ ഗുരുതരമായ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മുതൽ പ്രദേശവാസികളും അവരുടെ പ്രതിനിധികളും ജനപ്രതിനിധികളും സർക്കാർ സംവിധാനങ്ങളെയും രാഷ്ട്രീയ നേതൃത്വങ്ങളെയും പല വിധത്തിൽ സമീപിച്ചു. വിഷയം പരിഹരിച്ചു തരാമെന്നുള്ള ജനപ്രതിനിധികളുടെ ഉറപ്പിലാണ് പ്രദേശവാസികൾ പ്രക്ഷോഭത്തിലേക്ക് പോകാതിരുന്നത്. എന്നാൽ ആ ഉറപ്പ് ഇതുവരേക്കും പാലിക്കപ്പെട്ടിട്ടില്ല. കോടതിയിലെ കേസുകൾ നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നതിന് പല വിധത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്നതാണ് മറ്റൊരു പ്രധാന പ്രതിസന്ധി. 2023 ജൂലൈയിലാണ് അവസാനമായി കോടതിയിൽ വാദം നടന്നത്. നിലവിൽ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട സർവേകൾ ആ പ്രദേശത്ത് നടന്നിട്ടുമുണ്ട്. തുടർന്ന് സ്ഥലമേറ്റെടുക്കൽ നടക്കുമ്പോൾ കേസിൽ ഉൾപ്പെട്ട ഭൂമിയായതിനാൽ തന്നെ അനേകർ നഷ്ടപരിഹാരം പോലും ലഭിക്കാതെ തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഉടലെടുത്തേക്കാം. മുനമ്പം ഇനി ആവർത്തിക്കരുത്. മുനമ്പത്തെ നിർധനരായ ജനങ്ങൾ 1.5 നൂറ്റാണ്ടിലേറെ കാലമായി ജീവിച്ചു പോന്നതും അപ്രകാരമായിരുന്നിട്ടും ഒരിക്കൽ കൂടി വില കൊടുത്ത് വാങ്ങേണ്ടി വന്നതുമായ ഭൂമി വഖഫ് നിയമത്തിന്റെ മറവിൽ കൈവശപ്പെടുത്താനുള്ള ചില തൽപര കക്ഷികളുടെ നീക്കം കടുത്ത അനീതി തന്നെയാണ്. മുനമ്പത്തെ ജനങ്ങളുടെ അവസ്ഥ കേരള മനസാക്ഷിയെ ഉണർത്തേണ്ടതാണ്. കേരള സർക്കാരിന്റെ നിഷ്ക്രിയാവസ്ഥയും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കാൻ നയരൂപീകരണം നടത്തിയ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് വഖഫ് നിയമങ്ങളാൽ വേട്ടയാടപ്പെടുന്ന മുനമ്പം നിവാസികളെ കണ്ടില്ല എന്ന് നടിക്കുന്നു? എന്തുകൊണ്ട് അവിടെ നടക്കുന്ന നീതി നിഷേധങ്ങളിൽ ഇടപെടാൻ മടി കാണിക്കുന്നു? ഒരു മതസമൂഹത്തോട് ബന്ധപ്പെട്ട ഒരു സംവിധാനം ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കുന്നത്? തങ്ങളുടെ സമുദായക്കാരും ആ പ്രദേശത്തില്ല എന്നുള്ള വർഗീയ ചിന്തയുള്ളതിനാലാണോ മതസ്പർദ്ധയ്ക്ക് പോലും കാരണമാകുന്ന തരത്തിൽ യാതൊരു സാമൂഹ്യ ബോധവുമില്ലാത്ത തരത്തിലുള്ള പെരുമാറ്റം ചിലരിൽ നിന്നും ഉണ്ടാകുന്നത്? വഴിമുട്ടിയ പാവപ്പെട്ട ജനതയുടെ നിലവിളിക്കും കണ്ണീരിനും ഈ പരിഷ്കൃത സമൂഹത്തിൽ ഒരു വിലയുമില്ലേ? ഇത്തരം ചോദ്യങ്ങൾക്ക് മുന്നിലാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് തലയൂരാൻ സർക്കാർ ശ്രമിച്ചത്. അതിന്റെ കടയ്ക്കലാണ് ഹൈക്കോടതി ഇപ്പോൾ കത്തിവെച്ചത്. ഈ കമ്മീഷൻ ഹൈക്കോടതി ഇല്ലാതാക്കുന്നതോടെ ഇത്തരം വേലയിറക്കലുകൾ അവസാനിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം.